ഗൾഫിൽ കുടുംബമായി കഴിയുന്ന രക്ഷിതാക്കളിൽ പലരുടെയും ആശങ്ക മക്കളുടെ വിദ്യാഭ്യാസമാണ്. പലയിടങ്ങളിലും ഇന്ത്യൻ സ്കൂളുകളിൽ അഡ്മിഷൻ ലഭിക്കുക എന്നത് തന്നെ വലിയ കീറാമുട്ടിയാണ്. മികച്ച വിദ്യാഭ്യാസത്തിന് ഏറ്റവും നല്ല സാഹചര്യമാണ് UAE നൽകുന്നത്. എന്നാൽ UAEയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പ്രവേശനം നേടുക എന്നത് വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. ഉയർന്ന ഫീസ് നിരക്ക് തന്നെയാണ് പ്രധാനം. താരതമ്യേന ഫീസ് കുറഞ്ഞ സ്കൂളുകളിലാകട്ടെ അപേക്ഷകളുടെ തള്ളിക്കയറ്റമാണ്. അപേക്ഷകളുടെ ബാഹുല്യം കാരണം പല സ്കൂളുകളും നറുക്കെടുപ്പിലൂടെയാണ് പ്രവേശനം നൽകുന്നത്. UAEയിലെ വിവിധ എമിറേറ്റുകളിലായി നിരവധി സർക്കാർ സ്കൂളുകളും 20ഓളം കരിക്കുലങ്ങളിലായി സ്വകാര്യ സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട്. ദുബൈയിൽ മാത്രം 227 സ്വകാര്യ സ്കൂളുകളിൽ 4 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അബുദാബിയിൽ 14 കരിക്കുലങ്ങളിലായി ഏതാണ്ട് 220ഓളം സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. ഇതിൽ വിരലിലെണ്ണാവുന്ന സ്കൂളുകളിൽ മാത്രമാണ് ഫീസ് നിരക്ക് കുറവുള്ളത്. നേരത്തെ KG1 പ്രവേശനത്തിലായിരുന്നു വലിയ തിരക്കുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പോലും അഡ്മിഷൻ കിട്ടാതെ പലരും പ്രയാസപ്പെടുകയാണ്. ഉയർന്ന ഫീസ് നിരക്കും പ്രവേശനത്തിലെ പ്രതിസന്ധിയും കാരണം UAEയിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ കുട്ടികളെ നാട്ടിൽ പഠിപ്പിക്കേണ്ടി വരുന്നു. എന്നാൽ ഉയർന്ന ഫീസ് നിരക്കാണെങ്കിൽ പോലും പ്രവേശനം ലഭിച്ചാൽ മതി എന്നാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും പറയുന്നത്. 10ാം ക്ലാസ്സോ +2വോ കഴിഞ്ഞ് മക്കളെ നാട്ടിൽ പഠിപ്പിക്കാമെന്ന് നേരത്തെ ചിന്തിച്ചിരുന്നവർ ഇപ്പോൾ മാറി ചിന്തിക്കേണ്ടി വരുന്നു. കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ പല രക്ഷിതാക്കളെയും ഭയപ്പെടുത്തുന്നുണ്ട്. മാതാപിതാക്കൾക്കൊപ്പം വളരുന്ന കുട്ടികൾ പോലും ലഹരിക്ക് അടിമയാകുന്നതും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രവാസികളായ മാതാപിതാക്കൾ മക്കളെ നാട്ടിൽ നിർത്താൻ മടി കാണിക്കുകയാണ്. UAEയിലെ സ്കൂളുകൾ 100% സുരക്ഷിതമാണ്. മാത്രമല്ല കുറെ കൂടി മികച്ച വിദ്യാഭ്യാസം ഇവിടെ നിന്ന് ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ UAEയിലെ സ്കൂളുകളിൽ അഡ്മിഷനായി നെട്ടോട്ടം ഓടുകയാണ്. മാത്രമല്ല CBSE സ്കൂളുകളിൽ അഡ്മിഷൻ ലഭിക്കുക എന്നതും പ്രയാസകരമായിരിക്കുന്നു. KG അഡ്മിഷന് വേണ്ടി തന്നെ പല പ്രമുഖരുടെയും ശുപാർശയുമായി എത്തുന്നവരും നിരവധിയാണ്. ഈ സാഹചര്യത്തിൽ സീറ്റുകളുടെ പരിമിതി മൂലം ആയിരക്കണക്കിന് കുട്ടികളാണ് പ്രവേശനം ലഭിക്കാതെ വരുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഹോം സ്കൂൾ സിസ്റ്റത്തെയും ആശ്രയിക്കുന്നുണ്ട്. പുതിയ ഇന്ത്യൻ സ്കൂളുകൾ ആരംഭിക്കാൻ വിദ്യാഭ്യാസ വകുപ്പുകൾ എല്ലാ പ്രോത്സാഹനവും നൽകുന്നുണ്ട്. എന്നാൽ 120 മുതൽ 200 കോടിയോളം രൂപ വരെ മുതൽ മുടക്ക് വേണ്ടിവരുന്നു എന്നതാണ് തീരുമാനത്തിൽ നിന്നും പലരെയും പിന്നോട്ടടുപ്പിക്കുന്നത്. മക്കളുടെ മികച്ച വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ഓരോ പ്രവാസിയും ശ്രമിക്കുന്നത് സാധാരണക്കാരന് എത്തിപ്പെടാൻ കഴിയുന്ന സ്കൂളുകൾ തന്നെയാണ്.